അതായത് ജുഡീഷ്യൽ കമ്മീഷൻ കണ്ണിൽ പൊടിയിടാനാണ് എന്ന് ഹൈക്കോടതി വിമർശിക്കുമ്പോൾ ഇനി ഇത് ഏത് തരത്തിലുള്ള പ്രശ്ന പരിഹാരങ്ങളിലേക്ക് കടക്കുമെന്നുള്ള ഒരു ചോദ്യം അവിടെ ഉയരുന്നുണ്ടോ? ഈ നാട്ടിലെ കോടതികളുടെ സംയോജിതമായ കൃത്യമായ ഇടപെടലുകളിൽ നമുക്കൊക്കെ ആശ്വാസവും സന്തോഷമുണ്ട്. കാരണം നീതി നമുക്ക് കോടതികൾ വഴി കിട്ടുമെന്നുള്ളൊരു സന്തോഷമാണ് ഈ പൗരന്മാർക്ക് എല്ലാവർക്കും ഉള്ളത്. ഈ മുനമ്പം വിഷയത്തില് ഇത്രമാത്രം നീട്ടിക്കൊണ്ട് പോകേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. സർക്കാരിന് വളരെ പെട്ടെന്ന് തീരുമാനിക്കാവുന്ന ഒരു വിഷയമാണ് വീണ്ടും അനന്തമായി നീട്ടുന്നത്. അതിന്റെ ഒരു ഭാഗമായിട്ടായിരിക്കണം ഇവര് ഈ കമ്മീഷനൊക്കെ വെച്ചിരിക്കുന്നതെന്നാണ് ഞങ്ങൾ കരുതുന്നത്. എന്തായാലും കോടതിയുടെ ഭാഗത്തുനിന്ന് വന്ന ഈ വിമർശനം സർക്കാർ ഗൗരവമായി എടുത്ത് ഈ വിഷയത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണം. ആ മുനമ്പം നിവാസികളുടെ സ്വത്ത് അത് അവരുടെ തന്നെയാണ്, വഖഫ് ഭൂമി അല്ല എന്നുള്ള സത്യം അംഗീകരിച്ച് സർക്കാർ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുകയാണ് ഏറ്റവും നല്ലത് എന്നാണ് ഞങ്ങൾക്ക് കത്തോലിക്ക കോൺഗ്രസിന് പറയുവാനുള്ളത്. ഫാദർ ഫിലിപ്പ്, ഈ ഫെബ്രുവരി അവസാനത്തോടുകൂടി റിപ്പോർട്ട് വരും, അതിലൊരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ ഈ സമരമുഖത്തുള്ളവർക്ക് ഉണ്ടായിരുന്നില്ലേ? ഉണ്ട്. പക്ഷേ ഇവിടെ കോടതികൾ തന്നെ പറയുന്നത് എന്താണ് നമ്മൾ ശ്രദ്ധിക്കുക, ഇത് അനന്തമായി നീട്ടാതെ എത്രയും വേഗം പരിഹരിക്കണമെന്നുള്ളതാണല്ലോ കോടതി പോലും ആഗ്രഹിക്കുക. അതുകൊണ്ടല്ലേ കണ്ണിൽ പൊടിയിടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ ഗൗരവമായിട്ട് എടുക്കണ്ടേ. ഈ നാട്ടിലെ കോടതിയുടെ വിധി പ്രസ്താവങ്ങള് ഈ നാട്ടിലെ പൗരന്മാർക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഈ വിഷയം തീരാൻ കോടതി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അത് ഇവിടുത്തെ ഈ മനുഷ്യസ്നേഹികളായ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഇതിന് താമസം ഉണ്ടാക്കുന്നതെന്ന് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാകുന്നില്ല. അതായത് ഈ ഫെബ്രുവരിയിൽ ഉള്ള ഒരു റിപ്പോർട്ട്, അത് പറ്റാവുന്ന വേഗം ഈ സിറ്റിങ്ങുകളെല്ലാം നടത്തിക്കൊണ്ട് റിപ്പോർട്ട് എന്നാണല്ലോ, അതിനൊരു സമയം ആവശ്യമുണ്ടല്ലോ, ആ സമയമാണല്ലോ ചോദിക്കുന്നത്. പക്ഷെ അതും ഒരു കാലതാമസം ഇതിനകത്ത് വരുത്തുന്നുണ്ട് എന്നുള്ളൊരു ഒരു ആക്ഷേപമുണ്ട് അല്ലേ? അതെ, ഈ കമ്മീഷനുകൾക്ക് ഞാൻ എതിരല്ല. പക്ഷേ ഇവിടെ ഏത് കമ്മീഷൻ വെച്ചിട്ടാണ് അതിന്റെ റിപ്പോർട്ടുകൾ കൃത്യമായ സമയത്ത് ഗവൺമെന്റിന് സമർപ്പിച്ചിട്ട് പോലും അതിന്മേൽ നടപടി എടുത്തിട്ടുള്ളത്. ഉദാഹരണത്തിന് ഈ ക്രൈസ്തവ സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി ഈ സർക്കാർ തന്നെ വെച്ച് JB കോശി കമ്മീഷന്റെ റിപ്പോർട്ട് വന്നിട്ട് നാളിതുവരെ ആ കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായിട്ടും പ്രസിദ്ധീകരിക്കാനോ അതിന്മേൽ കൃത്യമായ നടപടി എടുക്കാനോ ഈ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ കമ്മീഷനുകളെ വെച്ച് ഈ പ്രശ്ന പരിഹാരം അനന്തമാക്കി നീട്ടിക്കൊണ്ടു പോകുന്നു എന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഈ നാട്ടിൽ ഇതുവരെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത്. അതിന്റെ പശ്ചാത്തലത്തിലാകാം ബഹുമാനപ്പെട്ട കോടതി അപ്രകാരം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. റൈറ്റ്. ഫാദർ ഫിലിപ്പ് കവിയിൽ കൂടിയാണ് പ്രതികരിച്ചത്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ നൽകിയത്.